ഹലോ ഗൈസ്, വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുമ്പോൾ ഇന്നലെ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയ അതേ ടൈപ്പ് കാൻഡിൽ തന്നെയാണ് ഇന്ന് ഡെയിലി കാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഒന്ന് സെല്ലിംഗിലേക്ക് പോകുന്നു, പിന്നെ ചെറിയ രീതിയിൽ റിക്കവറി ചെയ്ത് ക്ലോസ് ആവുന്നു. അതാണ് കഴിഞ്ഞ 2 ദിവസം നമുക്ക് കാണാൻ പറ്റിയത്. ഈ ഒരു വീക്ക് നോക്കുകയാണെങ്കിൽ മൺഡേയും ആ ഒരു സെയിം കാൻഡിൽ തന്നെയായിരുന്നു. താഴേക്ക് വന്നു, റിക്കവറി ആയി. ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് ആയിരുന്നു, റിക്കവറി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് 2 ദിവസം റിക്കവറി ഉണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ താഴേക്ക് പോയിരുന്നു, അതായത് 24,260 വരെ പോയിരുന്നു. പക്ഷെ ഇന്ന് മാർക്കറ്റ് അത്ര താഴേക്ക് വന്നില്ല. 24,312 ഇന്നത്തെ ലോ എന്ന് പറയുന്നത്. ഇന്ന് ക്ലോസ് ചെയ്ത ലെവൽ 24,395 ക്ലോസിംഗ് ലെവൽ. സോ നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു കഴിഞ്ഞ വീക്കിന്റെ ലോ ബ്രേക്ക് ചെയ്താലാണ് നമ്മുടെ വ്യൂ ബേരിഷ് ആവുക. സോ കഴിഞ്ഞ ദിവസം അത് ബ്രേക്ക് ചെയ്തു, റിക്കവറി ചെയ്തു. പക്ഷെ ഇന്ന് ആ ഒരു ലെവലിന്റെ താഴെ തന്നെയാണ് മാർക്കറ്റ് ക്ലോസിംഗ് ചെയ്തിട്ടുള്ളത്. സോ ഇപ്പൊ മാർക്കറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്ന ഒരു ബേരിഷ് റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഈ ഒരു സിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം, ഒരു സ്ട്രോങ് സിംഗിന് ശേഷം, ഒരു ബൈയിങ് സിംഗിന് ശേഷം നമുക്കൊരു പുൾ ബാക്ക് കിട്ടാനുള്ള സാധ്യത നോർമലാണ്. അതായത് ഈ ഒരു സ്ട്രോങ് ബൈയിങ്ങിന് ശേഷം മാർക്കറ്റ് ഇപ്പോൾ ഒരു പുൾ ബാക്കിലാണ് കാണാൻ പറ്റുന്നത്. സോ ഇവിടെ നമ്മൾ ഫെബ് വരക്കുകയാണെങ്കിൽ ഈ ഒരു ലോന്ന് ഹൈ വരെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 38% മാത്രമേ മാർക്കറ്റ് റിക്കവറി ആയിട്ടുള്ളൂ. സോ ആ ഒരു ലെവലിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നുള്ളത്. സോ മാർക്കറ്റ് മേ ബി ഇവിടെ നിന്ന് റിക്കവറി ആവാനുള്ള ഒരു പോസിബിലിറ്റിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നാളെ എന്തായാലും നിഫ്റ്റിയുടെ വീക്കിലി ലാസ്റ്റ്, ഈ ഒരു വീക്കിന്റെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ നാളത്തെ കൂടി എങ്ങനെയാണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്ന് നമുക്ക് നോക്കാം. ഞാൻ എക്സ്പെക്ട് ചെയ്ത ചെറിയൊരു റിക്കവറി നാളെ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കഴിഞ്ഞ 4 ദിവസവും റെഡ് കാൻഡിലാണ്. സോ ഒരു ഗ്രീൻ കാൻഡിലിനുള്ള പോസിബിലിറ്റി നമുക്ക് നാളെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എനിവേ ഇതാണ് നിഫ്റ്റിയുടെ ഒരു ഇന്നത്തെ ഓവറോൾ റേഞ്ച് എന്ന് പറയുന്നത്. കൺസോളിഡേഷൻ മാർക്കറ്റ് ആണ്. അതേസമയം നമുക്ക് ക്രൂഡിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ ലെവലിൽ നിന്നൊന്ന് താഴെ വന്നിരുന്നു. പക്ഷെ വീണ്ടും ആ ലെവലിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ട്, 90ലേക്ക് തന്നെ ഉണ്ട് ഇപ്പോഴും. സോ അത് കുറഞ്ഞാൽ മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ ഒരു ബൈയിങ്, സ്ട്രോങ് ബൈയിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്നും സെല്ലിംഗ് തന്നെയാണ്. ചെറിയൊരു എമൗണ്ട് 510 കോടിയുടെ സെല്ലിംഗ് ആണ്. പക്ഷെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റർ നല്ല രീതിയിൽ ബൈ നടത്തുന്നുണ്ട്. അവരെന്തോ മാർക്കറ്റ് നെക്സ്റ്റ് ഒരു ബുൾ റണ്ണ് സ്റ്റാർട്ട് ചെയ്ത പോലെയാണ്. കഴിഞ്ഞ ദിവസം 5,841 കോടിയുടെ ബൈയിങ് നടത്തി. ഇന്ന് 4,353 കോടി. നല്ലൊരു ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുള്ളത്. സോ മേ ബി മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ ബൈ ചെയ്യുന്നുള്ളത്. സോ അതേസമയം നമ്മുടെ ഗോൾഡിന്റെ ചാർട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ഹൈക്ക് മുകളിൽ മാർക്കറ്റ് കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസവും ഈ ഹയർ ലെവലിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസം മാർക്കറ്റ് ഹയർ ലെവലിൽ പോയിരുന്നു, പക്ഷെ അവിടുന്ന് സെല്ലിംഗ് ചെയ്ത് താഴേക്ക് വരുന്നു. സോ ഇന്നും മാർക്കറ്റ് നല്ല രീതിയിൽ ഹയർ ലെവലിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഹൈയും ബ്രേക്ക് ചെയ്തിരുന്നു, പക്ഷെ അവിടുന്ന് ഷാർപ്പായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ കാൻഡിലിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ക്ലോസിംഗ് തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഉള്ളത് 4,366 എന്നുള്ള റേഞ്ചിലാണ് ഗോൾഡിന്റെ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു കൺസോളിഡേഷന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു റാലിയാണ്. സോ അതൊരു മേജർ ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഏത് ലെവലിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലൊക്കെ FEG ഉണ്ട്. അതായത് നമുക്കറിയാം മാർക്കറ്റ് ഈ ഒരു ലെവലിലൊക്കെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു FEG ഉണ്ട്. സോ അതേപോലെ ഇവിടെയും ഒരു FEG ഉണ്ട്. സോ ഇതൊക്കെ മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ വേണ്ടി വീണ്ടും വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു ലെവലിൽ നിന്ന് റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വന്ന് റിക്കവർ ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതേസമയം US-ഉം ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമില്ല. അവർ പരസ്പരം വെല്ലുവിളി നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സോ അവരിൽ നിന്ന് വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനും ഈ ഒരു അടുത്ത കാലത്തൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. എനിവേ ഇന്നത്തെ മാർക്കറ്റും ഒരു കൺസോളിഡേഷൻ മാർക്കറ്റ് ആണ്. മാർക്കറ്റ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു റാലിയൊന്നും മാർക്കറ്റിൽ ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ്
നോക്കുകയാണെങ്കിൽ ഏപ്രിൽ മുതൽ തുടങ്ങിയ ഈ ഒരു റേഞ്ചാണ്. ആ റേഞ്ചിന്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഓൾമോസ്റ്റ് 4 മാസത്തോളമായി ആ റേഞ്ചിൽ തന്നെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ആ ലെവലിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിവേ, ഇതാണ് ഇന്നത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.